കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ നമ്മൾ വൈകിട്ട് തിരുമേശയോടുകൂടി ഈ ഉപവാസ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതാണ്. അതിനുള്ളിൽ തന്നെ നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ടുന്ന വിഷയങ്ങൾ ധാരാളമുണ്ട്. ദൈവം ഏറ്റെടുത്തുവെന്നും ദൈവത്തെ അത് ഏൽപ്പിച്ചുവെന്നും നമുക്ക് പ്രാഗൽഭ്യം വേണം. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ കാര്യങ്ങൾക്കൊക്കെയും നീക്കുപോക്കാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജാഗരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. ദൈവം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ദൈവം അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിർവചിക്കുന്ന വിഷയങ്ങളിലൊക്കെയും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബലവും മനസ്സൊരുക്കവും കർത്താവ് തരും. എബ്ബേസ് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ദൈവം കൊടുത്തു. നിനവേക്കാർ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് തന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അനവധിയാണ്. എസ്തേറിൻ്റെ കാലത്തെ പോലെ ജനം തദ്ദേശവാസികളോട്, അതായത് ജാതികളോട് ഇടകലർന്ന് അവരുടെ സംസ്കാരത്തിലും അവരുമായിട്ടുള്ള ബന്ധത്തിലും ജീവിക്കുന്ന കാലഘട്ടമാണ്. എന്തു ചെയ്യണം? ഒരു സമയത്ത് ഒരു സഭയിൽ മുൻപ് എല്ലാം തമ്മിലൊരു ഐക്യതയില്ല. അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പീഡ വന്നു. ജാതികളായിരിക്കുന്നവരിൽ നിന്നും എതിരാളികളായിരിക്കുന്ന കുറേ പേരിൽ നിന്നും ആ സഭയ്ക്ക് വളരെ ഒരു പീഡ അനുഭവിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും എല്ലാവരും പരസ്പരം അകൽച്ചയും നീരസും എല്ലാം മാറുന്നു ഐക്യമെത്തിപ്പെട്ടു. കാരണം ഈ ഘട്ടം ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയമാണ്. ഇതാണ് ദൈവം എസ്തേറിൻ്റെ കാലത്ത് ചെയ്തത്. എസ്തേറിൻ്റെ കാലഘട്ടത്തിങ്കൽ ജനമെല്ലാം 4 വശത്തേക്കും ചിതറിയിരിക്കുന്നു. ആ സമയത്ത് ഒരു ദിവസം നിശ്ചയിക്കുകയാണ്. ആദാർ മാസം 13-ാം തീയതി ഇസ്രായേൽ ജനത്തെ മുഴുവനും കൊന്നുമുടിക്കാനും അവരുടെ വസ്തുവകകൾ കൈവശമാക്കുവാനും ഇസ്രായേലല്ലാത്തവർക്ക്, യഹൂദനല്ലാത്തവർക്ക് അധികാരം കൊടുക്കുന്ന ഒരു അറിയിപ്പാണ് ദേശത്ത് പുറപ്പെട്ടത്. ഈ ദേശത്ത് ഇത് വായിച്ച കൂട്ടത്തിൽ യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന ശൂഷൻ പട്ടണത്തിലും ഈ എഴുത്ത് വായിച്ചു. എഴുതിയവൻ രാജാവ്, എഴുതിച്ചവൻ ഹാമാൻ. എഴുതിയതിന് ശേഷം ഹാമാനും രാജാവും തിന്മാനും കുടിപ്പാനും ഇരുന്നു. എന്നാൽ ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. ഇനി ആദാർ മാസം 13-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തേക്ക് എത്ര ദിവസമുണ്ടോ അത്രയും വരെയോ നമ്മുടെ ആയുസുള്ളൂ. നമ്മുടെ കുഞ്ഞുകുട്ടികൾ മുഴുവനും അടിമകളായി പോകാൻ പോവുകയാണ്. നമ്മൾ അധ്വാനിച്ച് സമ്പാദിച്ച സമ്പാദ്യമൊക്കെയും ശത്രു കവർന്നുകൊണ്ട് പോകാൻ പോവുകയാണ്. നീക്കുപോക്കില്ല, രാജകൽപ്പനയാണ്. മാറ്റം വരുത്താൻ പാടില്ല. ഈ സമയം കൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ ഏറ്റവും ദൈവത്തിൻ്റെ സഭ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആദാർ മാസം 13-ാം തീയതി എന്ന് അറിയാത്ത ഒരു കുഞ്ഞു പോലുമില്ല. കാരണം ഇത് വലിയവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും വസ്തുവകകളെയും മുഴുവനും സംബന്ധിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് ഒഴിവൊന്നുമില്ല. ഒരുമിച്ചേ പറ്റൂ, ഐക്യമത്യപ്പെട്ടേ പറ്റൂ. എല്ലാവരും കൂട്ട നിലവിളിയായി. അപ്പോൾ മൊർദെഖായി എഴുന്നേൽക്കുകയാണ്.
രാജ്ഞി സ്ഥാനത്തിരിക്കുന്ന എസ്തേറിനോട് അറിയിപ്പ് കൊടുക്കുകയാണ്. എന്തെന്നാൽ നീ രാജാവിനോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ആധാരം മാസം 11-ാം തീയതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. നീ രാജ്ഞിസ്ഥാനത്താണ് ഇരിക്കുന്നതെന്ന് വെച്ച് നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. യഹൂദന് രക്ഷയും ഉദ്ധാരണവും എവിടെന്നെങ്കിലും വരും. പക്ഷേ നീ നിൻ്റെ പിതൃഭവനം നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു കൊള്ളുക. എസ്തേർ ചിന്തിച്ചു. ഒരു ദൈവത്തിൻ്റെ ഭക്തൻ ചിന്തിക്കേണ്ടുന്ന സമയമാണ്. ദൈവസഭ ചിതറുകയും ദൈവസഭയ്ക്ക് ശത്രുവിൻ്റെ ഭീതി വരികയും ചെയ്യുമ്പോൾ, ഭീഷണി വരികയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇന്നുവരെയുള്ള ചരിത്രം ഒന്ന് പരിശോധിക്കണം. ഇന്നുവരെയുള്ള ചരിത്രം. കാരണം ദൈവത്തിൻ്റെ സഭ നിലനിന്നിട്ടുണ്ടെങ്കിൽ, ശത്രുവിൻ്റെ വശത്തു നിന്ന് വിടുവിക്കപ്പെട്ട് നിലനിന്നിട്ടുണ്ടെങ്കിൽ, തൻ്റെ ജീവനെ ഗണ്യമാക്കാതിരുന്നാൽ മാത്രമേ അത് സാധിക്കൂ. 39 ദിവസം ഫെലിസ്ത്യര് തങ്ങളുടെ മല്ലനായ ഗോലിയാത്ത് മുൻപിൽ നിന്നുകൊണ്ട് യുദ്ധത്തിന് പോര് വിളിക്കുക. എല്ലാവരും ആർത്ത് വിളിച്ചുകൊണ്ട് രാവിലെ ഇസ്രായേലിലെ യഹൂദന്മാരെല്ലാവരും യുദ്ധത്തിന് വാളും പരിചയമായിട്ട് പുറപ്പെടുക. എന്നാൽ മല്ലനെ കാണുമ്പോൾ, അവൻ്റെ അട്ടഹാസം കേൾക്കുമ്പോൾ, അവൻ്റെ ഭീഷണി കേൾക്കുമ്പോൾ എങ്ങനെ ഓടി യുദ്ധത്തിന് പോയോ അതുപോലെ തന്നെ അവർ തിരിച്ചോടുകയാണ്. 1-2 ദിവസമല്ല, 39 ദിവസമായി. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിന്നീട് യോനാഥാൻ എന്ന് പറയുന്നുണ്ട്, ആ ദാവീദ് എങ്ങനെയാണ് പോയത്? അവൻ തൻ്റെ ജീവനെ വെച്ചുകൊണ്ടല്ലേ പോയത്. ദൈവസഭ അപകടത്തിൽപ്പെടുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ സാരമില്ല എന്ന് വിചാരിക്കുന്ന ഒരുവൻ ദൈവത്താൽ എഴുന്നേൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സഭ ശത്രുവിൻ്റെ മേൽ ജയം കൊണ്ട സഭയായിട്ട് പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടും. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളണം. അവൻ എല്ലാവരും ഓടിയപ്പോൾ അണിക്ക് നേരെ ദാവീദ് ഓടി. ഫെലിസ്ത്യനോട് പ്രകാരം പറഞ്ഞു, നീ വാളും കുന്തവുമായിട്ട് എൻ്റെ നേരെ വരുന്നു. നീയോ ഞാനോ? നീ നിന്ദിച്ചിരിക്കുന്ന ഇസ്രായേൽ നിരയുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നത്. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല ജയിക്കുന്നതെന്നും മനസ്സിലാകാൻ പോവുക. അവൻ ഓടി അവിടെ ചെന്നു, കവണയെടുത്ത് കവണ കൊണ്ട് എറിഞ്ഞു. കല്ല് കൃത്യമായി അവൻ്റെ നെറ്റിയിൽ പതിഞ്ഞു. അവൻ അവിടെ മറിഞ്ഞു വീണ് മരിച്ചു. ഒരു ഇഞ്ച് സ്ഥലം ഫെലിസ്ത്യൻ്റെ ശരീരത്തിലില്ല. ശത്രു ആക്രമിച്ചാൽ ഫലിക്കുന്ന തരത്തിൽ തലയിൽ ശിരസ്ത്രമുണ്ട്, മാർപ്പതക്കമുണ്ട്, കാലിൽ കാൽച്ചട്ടയുണ്ട്, അരയ്ക്ക് കെട്ടുണ്ട്, പരിചയമുണ്ട്. പരിചയം എന്ന് പറഞ്ഞാൽ ഒരു പരിചയമല്ല, പരിചയക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഗാങ് തന്നെയുണ്ട്. ഒരു കാറ്റ് അവനിലേക്ക് അടിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലാണ് അവൻ ഒരുങ്ങി വരുന്നത്. പക്ഷേ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, യഹോവയ്ക്കെതിരെ, വാക്യം എന്ന് പറഞ്ഞു, യഹോവയ്ക്കെതിരെ ജ്ഞാനമില്ല. അവൻ നശിക്കാനുള്ളൊരു ഭാഗം ഒഴിച്ചിട്ടതിന് ശേഷം മാത്രമേ അവന് ഈ പണി ചെയ്യാൻ കർത്താവ് സമ്മതിക്കൂ. ദൈവജനത്തിനെതിരെ വരുന്നവൻ, ദൈവജനത്തെ നശിപ്പിക്കാനായിട്ട് വരുന്നവൻ, അവനിൽ ഒരു ഭാഗമുണ്ട്, അവൻ നശിക്കത്തക്കവണ്ണം. ആ ഭാഗം ഇത്രയും പേരുണ്ടായിട്ട് ശൗലും കണ്ടില്ല, ഇസ്രായേലിലാരും കണ്ടില്ല, ദാവീദ് മാത്രം കണ്ടു. എന്തുകൊണ്ട്? എതിരെ വരുന്ന ഗോലിയാത്തെന്ന മല്ലൻ്റെ ശരീരത്തിൽ എങ്ങും ഒരു സ്ഥലമൊന്നുമില്ല. കവണയും കല്ലും എടുത്തു കഴിഞ്ഞപ്പോൾ കൃത്യമായൊരു സ്ഥലം ഈ കല്ലിന് കൊള്ളാൻ തക്കോണം കിടക്കുന്നത് ദാവീദ് കണ്ടു. എന്തുകൊണ്ട്? തൻ്റെ ജീവനെ ആദ്യം വയ്ക്കുന്നവൻ. തൻ്റെ ജീവനല്ല വിഷയം, തൻ്റെ ജീവനല്ല കാര്യം, പിന്നെയോ ഇസ്രായേൽ സഭയുടെ കാര്യമാണ്.
ദൈവസഭയുടെ വിഷയമാണ്, ദൈവസഭയുടെ വിഷയമാണ് എനിക്ക് മുഖ്യമെന്ന് അവൻ തെളിയിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളവന് അത് കാണാം. അത്രയും പേരുണ്ടായിട്ട് ആരെങ്കിലും കണ്ടോ നെറ്റിയിൽ ആ സ്ഥലം കിടക്കുന്നത്? ദാവീദ് കണ്ടു. കാരണം ആ സ്ഥലം കാണാൻ സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് പോകുന്നവർക്കേ കാണാൻ സാധിക്കും. കാരണം ഇസ്രായേൽ സഭയുടെ വിടുതലിൻ്റെ ഭാഗമാണ്. ഇസ്രായേൽ സഭ വിടാൻ വെച്ചിരിക്കുന്ന സ്ഥാനമാണത്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. എസ്തേറിന് രാജകൊട്ടാരത്തിൽ ചെല്ലാൻ പാടില്ല. രാജകൊട്ടാരത്തിൽ രാജാവിരിക്കുന്ന പ്രാകാരത്തിൽ നിന്നാൽ അകലെ നിന്നൊരാൾ വന്ന് പ്രാകാരത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നാൽ അനുവാദമില്ലാതെ വരുന്നതെങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ വെട്ടിക്കൊന്നു കളയണം. ഇത് അവൻ്റെ രാജ നിയമമാണ്. അല്ല എങ്കിൽ രാജാവ് തൻ്റെ പൊൻ ചെങ്കോലെടുത്ത് നീട്ടണം. അപ്പോൾ കടന്നു വന്നവൻ വന്ന് ആ പൊൻ ചെങ്കോലിൽ ഒന്ന് തൊടണം. തൊട്ട് കഴിഞ്ഞാൽ അവനെ കൊല്ലാതെ വിടും. എസ്തേറിന് അവിടെ ചെല്ലാനുള്ള കൽപ്പന വന്നിട്ടില്ല, വിളിച്ചിട്ടുമില്ല. എന്തു ചെയ്യും? പിന്നെ ഞാൻ എങ്ങനെ പോകും? മൊർദെഖായിയോട് പറയാം. മൊർദെഖായി പറഞ്ഞു, ശരിയാ, ഈ സമയത്ത് നിനക്ക് പല ഉപായങ്ങളും പറയാൻ പറ്റും, വ്യവസ്ഥകൾ പലതും പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, യഹൂദ നശിച്ചു പോകുന്നില്ല, ദൈവസഭ നശിച്ചു പോകുന്നില്ല. അതിന് ഉദാഹരണം കർത്താവ് എവിടെന്നെങ്കിലും കൽപ്പിക്കും. ഏത് തരത്തിലും തൻ്റെ സഭയെ നിലനിർത്താൻ ദൈവത്തിനറിയാം. പക്ഷെ ദൈവസഭ നിലനിൽക്കുകയും നീ നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഭയുടെ അവസ്ഥ കാണും, നിന്റെ അരിഷ്ടതയും കാണും. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരുമ്പോൾ മാറി നിൽക്കാൻ പറ്റും. മാറി നിൽക്ക് വിരലുകൊണ്ടാനും കുറ്റം പറയാനും എല്ലാം സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതം ശുഭമായിരിക്കില്ല. ദൈവത്തിൻ്റെ സഭ ദൈവത്താൽ വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. ഈ വാക്ക് കേട്ടതോടുകൂടി എസ്തേർ ചിന്തിച്ചൊരു തീരുമാനമെടുത്തു. എന്താണ്? ശൂഷൻ പട്ടണത്തിൽ ഒരു പരസ്യം തീർപ്പാക്കണം. 3 ദിവസത്തേക്ക് ഉപവാസ പ്രാർത്ഥന. എല്ലാവരും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ ദൈവത്തിന് മുമ്പാകെ കരഞ്ഞ് അപേക്ഷിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വ്യവസ്ഥ പ്രകാരമല്ലെങ്കിലും, അതായത് പ്രാകാരത്തിൽ ചെല്ലാൻ പാടില്ലാത്ത ഒരു കാര്യമാണെങ്കിലും ഞാൻ പോകും. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ പോകും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. കഥാപ്രസാദനം ആദ്യം ഇതങ്ങ് മാറ്റിവെക്കണം. എന്താ? സ്വാർത്ഥത മാറ്റിവെക്കണം. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ മാന്യത, എൻ്റെ പണം, എൻ്റെ സ്വാർത്ഥത, ഇതൊക്കെ അങ്ങ് മാറ്റിവെക്കണം. അപ്പോൾ വ്യക്തമായിട്ട് കാണാം ശത്രു വീഴാനുള്ള ഒരു വഴി ദൈവം ഒരുക്കിയിട്ടിരിക്കുന്നത് തൻ്റെ ജനത്തെ കാണിക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ! കൃപയ്ക്കായി സ്തോത്രം. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ജീവൻ വിട്ടു. ദാവീദ് വിട്ടതുപോലെ ജീവൻ വിട്ടു. ശത്രുക്ക് മേശക്ക് അബേദ്നെഗോ വിട്ടതുപോലെ തീയിലേക്ക് ഇടാൻ പോവാ. സാരമില്ല, ജീവനെ കളഞ്ഞു. ദാനിയേൽ ചെയ്തതുപോലെ വിരോധകൽപ്പന എഴുതിയിരിക്കുന്നു എന്ന് വാക്ക് കിട്ടി. അവനൊരു കാര്യം തീരുമാനിച്ചു, എന്നിരുന്നാലും ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. ഞാൻ എന്താണോ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാളെയും ചെയ്യും. ഒരിക്കലും. കാരണം മരിക്കുന്നതിന് മുമ്പ്, ജീവൻ അസ്തമിച്ച് പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ ആകുന്ന ഒരു കാര്യം ചെയ്താൽ എൻ്റെ ജീവിതം എത്ര ശ്രേഷ്ഠമായിരിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ശരീരം വിട്ട് കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ എനിക്ക് ഭയങ്കര കാംക്ഷയുണ്ട്. കാരണം ഈ ദുരിതം, അപ്പോസ്തലനായ പൗലോസ് വെള്ളത്തിലുള്ള ആപത്ത്, സഹോദരന്മാരുള്ള ആപത്ത്, മൃഗങ്ങളുള്ള ആപത്ത് എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ട് ഇനി എനിക്കൊരു സ്വസ്ഥത വേണം,
ശരീരം വിട്ട് ഇനി ഇതങ്ങ് വിട്ടു പോവുക. പിന്നെ എന്നേക്കും ആരോട് വസിക്കാം? കർത്താവിനോട് വസിക്കാം. എന്നിട്ട് പറയാ അത് അത്യുത്തമമല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ട് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കുറച്ചുകൂടെ കൂടിയതാണെങ്കിൽ എന്തു പറയും? ഉത്തമമായ കാര്യമാണ്, നല്ല ഉത്തമമായ കാര്യം. അയ്യോ, ഒരു ഏറ്റവും അതിനേക്കാൾ എല്ലാം ഉപരിയാണ് ഏത്? അത്യുത്തമം. അത്യുത്തമം. കാരണം അതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. ശരീരം വിട്ട് പിരിഞ്ഞ് കർത്താവിനോട് വസിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അത് അത്യുത്തമമാണ്. എന്നിട്ട് പൗലോസ് പറയാം, എങ്കിലും നിങ്ങൾ നിമിത്തം, അതായത് ദൈവസഭ നിമിത്തം ഞാൻ ജഡത്തിൽ വസിക്കുന്നത് ദൈവഷ്ടമെങ്കിൽ അതിന് ഞാൻ കീഴ്പ്പെടുന്നു. കർത്താവിന് സ്വതന്ത്രം. അപ്പോൾ അത്യുത്തമത്തെക്കാൾ കൂടുതലാണ് എന്ത്? നല്ലതിനേക്കാൾ, ഉത്തമമായതിനേക്കാൾ, അത്യുത്തമമായതിനേക്കാൾ വലുതാണ് എന്ത്? ദൈവസഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. കർത്താവിന് സ്തോത്രം. ഇത് അറിയുന്നവരാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇത് അറിയുന്നവരാണ് ഈ കാര്യങ്ങൾ സന്ദർഭം വരുമ്പോൾ ഞാൻ നശിക്കുന്നവരും നശിക്കട്ടെ, ജീവൻ അങ്ങ് മാറ്റിവെച്ചു പോവുകയാണ്. പ്രാകാരത്തിൽ ചെന്ന് നിന്നു. പ്രാകാരത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് രാജാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ അവിടെ വീഴും, തീർന്നു. എസ്തേർ നിൽക്കുന്നത് രാജാവ് കണ്ടു. നോക്കിയപ്പോൾ ഉടനെ രാജാവ് പൊൻചെങ്കോൽ നീട്ടി വന്ന് പൊൻചെങ്കോലിൽ എസ്തേർ തൊട്ടു. അവൾ ഉപേക്ഷിച്ച ജീവൻ തിരികെ കിട്ടിയെന്ന്. ദൈവം ആർക്കും കിടക്കാരനല്ല, ആർക്കും കിടക്കാരനല്ല. ഈ ഇരിക്കുന്നവരെ മുഴുവൻ പ്രാണം കിട്ടിയിട്ട് കർത്താവിന് ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നും വേണ്ട. കർത്താവ് പക്ഷെ മനസ്സറിയാനാ, ആദ്യം മനസ്സറിയാനാ. കർത്താവ് സ്തോത്രം. എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, ദൈവസഭയുടെ യഥാസ്ഥാനത്തിന് വേണ്ടി എൻ്റേതങ്ങ് മാറി നിൽക്കട്ടെ, എൻ്റേതങ്ങ് മാറി നിൽക്കട്ടെ. കർത്താവ് സ്തോത്രം. അതങ്ങ് കഴിഞ്ഞാൽ നിന്റെ ജീവനും കൊണ്ട് ദൈവം പോകുന്നില്ല. അതിൽ നിന്ന് കർത്താവിന് വേണ്ട. മേടിച്ചു നിർത്തി അങ്ങനെ തന്നെ തിരികെ തരും, അങ്ങനെ തന്നെ തിരികെ തരും. നോക്കി പൊൻചെങ്കോൽ തൊട്ടു, കൊല്ലാതെ രക്ഷപ്പെട്ടു. തുടർന്നുണ്ടായ അനുഭവങ്ങളാണ് പിന്നീട് നാം കാണുന്നത്. ആദാർ മാസം 13-ാം തീയതിക്ക് അടുത്ത കൽപ്പന വന്നപ്പോൾ ഇസ്രായേൽ ജനമെല്ലാം ഒരുമനപ്പെട്ടു, ഐക്യമത്യപ്പെട്ടു. അവരെല്ലാവരും ആദാർ മാസം 13-ാം തീയതി ഒരുങ്ങിയിരുന്നു. ആർക്കെതിരെ? ശത്രുവിനെതിരെ. ഏത് ശത്രുവിനെതിരെ? ഈ ആദാർ മാസം 13-ാം തീയതി എന്നുള്ള കൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് അയൽപക്കത്ത് പല അയൽപക്കക്കാരുമുണ്ട്. അയൽപക്കക്കാർ പലതുമുണ്ട്. അതിൽ ഒരു അയൽപക്കക്കാരൻ പറയും, നമുക്ക് വേണ്ടാത്ത, നമുക്ക് അന്യൻ്റെ പണത്തിനും പോകണ്ട, ആരെ ഉപദ്രവിക്കാനും പോകണ്ട, അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. ഇത് ഇവൻ കേട്ടോണ്ടിരിക്കുക, ഇസ്രായേലും കേട്ടോണ്ടിരിക്കുക. തൊട്ടപ്പുറത്തവൻ കുറേ നാളായി കളി തുടങ്ങിയിട്ട് ഒരൊറ്റ എണ്ണത്തിനും വെച്ചേക്കില്ല. വാളും വാക്കത്തിയൊക്കെ ആയിട്ട് കത്താളൊക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുക. ഇതെല്ലാം ആര് കാണുക? ഇസ്രായേൽ കാണുക. വ്യക്തമായിട്ട് തങ്ങളുടെ ശത്രു ആരെന്ന് വ്യക്തമായിട്ട് ദൈവം അവരുടെ കണ്ണിന് കാണിച്ചു കൊടുത്തു. കർത്താവിന് സ്തോത്രം. ആദാർ മാസം 13-ാം തീയതി വന്നു. പ്രത്യേകിച്ച് ശത്രു ആരെന്ന് അറിയേണ്ട ഒരു കാര്യമില്ല. അവരെ ഐക്യത്യപ്പെടുത്താൻ നിങ്ങളിങ്ങനെ തമ്മിൽ ഭിന്നിച്ചിരിക്കരുത് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അവരെല്ലാം ഒറ്റക്കെട്ട. അവരുടെ ശത്രുക്കളെ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ ശത്രുക്കൾക്കെതിരെ അവർ പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. ശത്രുക്കളെ കൊന്നു മുടിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു ഉത്സവവും ആരംഭിച്ചു. പൂരീം എന്ന് പറയുന്ന ഒരു ഉത്സവം. ആരുടെ ഉത്സവം? ആരുടെ ഉത്സവം? കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏത് പ്രവർത്തനം ഇസ്രായേലിന് ദൈവസഭയ്ക്ക് യഥാസ്ഥാനം ഉണ്ടായാലും ഒരാൾ സാക്ഷ്യം പ്രാപിക്കും, ഒരാളെങ്കിലും. കാരണം 84-ാം സങ്കീർത്തനം പറയുന്നത് എന്താ? ഇസ്രായേൽ മിസ്രൈമിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇസ്രായേലിൽ ആ വാക്യം നോക്കും. 81-ന്റെ 1 മുതൽ
കാണാമില്ലായിരിക്കും അല്ലേ? നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. തപ്പും ഇമ്പമായുള്ള പിന്നരവും വീണയും എടുത്ത സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. അമാവാസിയിലും പൗർണമാസിയിലും കാഹളം ഊതുന്നു. അപ്പോൾ ജാതികളുടെ ഇടയിൽ ഇവിടെ പെരുന്നാളുണ്ട്. ജാതികളുടെ പെരുന്നാൾ അതിൽ ഓരോ പെരുന്നാളും അയൽവക്കക്കാർക്ക് തിരിച്ചറിയാം. അതിപ്പോൾ ഇന്ന പെരുന്നാളാണെന്നറിയാം, ഇന്ന പെരുന്നാളാണ് ഇന്ന് ആ പള്ളിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ആലയത്തിൽ നടക്കുന്നത് ഇന്ന പെരുന്നാളാണെന്നറിയാം. കാരണം അവരുടെ പ്രവർത്തനം കണ്ടാലറിയാം. ഇതുപോലെ ഇസ്രായേലിൽ അമാവാസിയിലും പൗർണമാസിയിലും കാഹളം ഊതിക്കഴിഞ്ഞാൽ ഇസ്രായേൽക്കെല്ലാം ഓർമ്മ വരും. ആരെ ഓർമ്മ വരും എന്നറിയോ? പറ, വായിച്ചു. ഇത് ഇസ്രായേലിന്റെ ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു. കർത്താവ് മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ, മിസ്രയീം ദേശത്തിലേക്ക് പുറപ്പെട്ടത് എന്നാ? യോസേഫിന്റെ കാലത്ത്. യോസേഫിന്റെ കാലത്ത് യാക്കോബും കൂടെ ഉള്ളവരും മിസ്രയീമിലേക്ക് പോയപ്പോൾ ആര് ചെയ്തതെന്നറിയാമോ? യോസേഫിന്റെ ജീവിതത്തിലെ ത്യാഗം അത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി അവൻ അനുഭവിച്ച വേദന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയാണ് എന്താ? പൗർണമാസിയിലും അമാവാസിയിലും കാഹളം. അപ്പോൾ ഓർത്തോളണം. ഇസ്രായേലിൽ ഇന്നും ഇസ്രായേലിൽ അമാവാസിയിലും പൗർണമാസിയിലും ഒരു കാഹളം ഊതിക്കഴിഞ്ഞാൽ അപ്പം ആരെ ഓർക്കും? യോസഫിനെ ഓർക്കും. സഹോദരന്മാർ കൊല്ലാൻ നോക്കിയതും, പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഓടിയതും, കാരാഗ്രഹത്തിൽ വീണതും, വിറ്റ് കാശ് മേടിച്ചതും, ജീവിതത്തിലൊക്കെ വേദന മുഴുവൻ അനുഭവിച്ചതും, ഒടുവിൽ ഫറവന്റെ മുമ്പിൽ നിന്നതും, ഫറവന് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തതും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അവൻ മുഖാന്തരം നന്മ അനുഭവിച്ചതും, അവൻ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചതും ഈ ഒരൊറ്റ കാഹളം ഊതുമ്പോൾ ഓർമ്മ വരും. കാരണം ഇന്ത്യ ജീസനെയും എന്തൊക്കെ സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചവർ ലജ്ജിച്ചു പോവില്ല. അതിനുവേണ്ടി അധ്വാനിച്ചവർ നിശ്ചയമായിട്ടും മാനിക്കപ്പെടുന്ന ദിവസമുണ്ട്. കർത്താവ് ഇതുപോലെ ഒരു ദിവസം ഇവിടെ കിട്ടി. എസ്തേറിന് കിട്ടി ഒരു പെരുന്നാൾ. ഇന്നും ഉണ്ടാവും ഉത്സവം. ഏത് ഉത്സവമാണ്? പൂരീം എന്ന് പറയുന്ന ഉത്സവം. പൂരീം എന്ന് പറയുന്ന ഉത്സവം ആഘോഷിക്കുമ്പോൾ ആരെ ഓർക്കുന്നത്? എസ്തേറിനെയും മൊർദെഖായിയെയും. കാരണം അവരാണ് എന്ത് ചെയ്തത്? അവരാണ് ദൈവജനത്തിന് വേണ്ടിയിട്ട് ജീവനെ വെച്ചത്, ജീവനെ വിട്ടത്. അതൊരിക്കലും ദൈവം മറന്നു പോവുകയില്ല. അതെന്നും ദൈവത്തിൻ്റെ മുമ്പാകെ ഓർമ്മയായിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മോട് പറയുന്നത് ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുകയും. ഏത് നഗരം? ഏതാ ഈ നഗരം? ഈ ഉത്സവങ്ങളുടെ നഗരം എന്ന് പറയുന്നത് ഏതാ? നമ്മൾ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ പോകുന്നത് എങ്ങോട്ടാ? സിയോനിലേക്ക്. സിയോൻ ഇരിക്കുന്നത് എവിടെയാ? ദൈവം വസിക്കുന്നത് എവിടെയാ? അത് വെക്കട്ടെ. നമ്മുടെ ദൈവം ഇരിക്കുന്നത് എവിടെയാണെന്നറിയട്ടെ. കൂടാരത്തിൽ. കൂടാരം ഇരിക്കുന്നത് എവിടെയാ? സിയോൻ പർവ്വതത്തിൽ. സിയോൻ പർവ്വതം ഇരിക്കുന്നത് എവിടെയാ? യെരൂശലേം പട്ടണത്തിൽ. അപ്പോൾ ദൈവം തൻ്റെ സിംഹാസനം ഇരിക്കുന്നു കൂടാരത്തിൽ. കൂടാരം ഇരിക്കുന്നത് പർവ്വതത്തിൽ. പർവ്വതം ഇരിക്കുന്നത് യെരൂശലേമിൽ. ഇതെവിടെയപ്പോൾ? ഇതെവിടെയാ? യോവിൻ്റെ പുസ്തകം വായിക്കണം. വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ അത് വരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വടക്ക് നിന്ന് വന്നുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ? ഈ ഭൂമിയിൽ കർത്താവിന് വന്ന് 1000 വർഷം കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും ഈ പട്ടണം ഇവിടെ വന്ന് എത്തിച്ചേരും. അതിലേക്ക് തൻ്റെ മക്കളുമായിട്ട്, തൻ്റെ ജനവുമായിട്ട് ദൈവം പ്രവേശിക്കും, കർത്താവ് പ്രവേശിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ.
അത് നമ്മൾ ഓർത്തുകൊള്ളണം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവം വസിക്കുന്ന അവിടെ, ദൈവം ഇരിക്കുന്നത് സിംഹാസനത്തിൽ, സിംഹാസനം ഇരിക്കുന്നത് യഹോവയുടെ കൂടാരത്തിൽ, കൂടാരം ഇരിക്കുന്നത് പർവ്വതത്തിൽ, പർവ്വതം ഇരിക്കുന്നത് യെരൂശലേം പട്ടണത്തിൽ. ഈ പട്ടണത്തിൻ്റെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ നീളം ഏകദേശം. അത്രയും വീതി, അത്രയും ഉയരം. അതൊക്കെ പഠിക്കണ്ടേ, അതെല്ലാം ഗ്രഹിക്കണ്ടേ. ഇതാണ് ആ പട്ടണം. പിന്നെ എത്ര വാതിലുണ്ട്? ഇവിടെ നമുക്ക് എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്? ജ്ഞാപകം, ഓഹരി, ഇതൊക്കെ നമുക്ക് അവിടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. എന്തായിരുന്നാലും ഞാൻ ഇപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ പട്ടണത്തിൻ്റെ കാര്യമാണവർ. ഇവിടെ എപ്പോഴും എന്താ മറന്നുപോയി? ഉത്സവമാണ്, ഉത്സവമാണ്. കർത്താവിന് സ്തോത്രം. എന്തുത്സവം? ഉത്സവങ്ങളുടെ നഗരം. എന്നും ഉത്സവം, ഒരു ദിവസം പോലും ഇല്ലാത്തതില്ല. എന്നും ഉത്സവ. കർത്താവിന് സ്തോത്രം. എന്താണെന്നറിയാമോ? കർത്താവ് നമ്മൾ പഠിക്കുന്നത് ഇസ്രായേൽ ഗ്രഹം പണിതവരുണ്ട്, ദൈവസഭയ്ക്ക് വേണ്ടി ഉരുകി തീർന്നവരുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ദൈവസഭയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവരുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ സകല ഉത്സവങ്ങളും ആ പട്ടണത്തിലുണ്ട്, ആ പട്ടണത്തിലുണ്ട്. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ, ദൈവത്തിൻ്റെ സഭ ഐക്യമത്യം വേണം. ഒന്ന്, ചിതറിയിരിക്കുന്നവർ ഒരുമിച്ച് കൂടണം. ഒന്ന്, ഒരുമിച്ച് കൂടി ശത്രുവിൻ്റെ മേൽ ജയം ഘോഷിക്കണം. രണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാന ഘടകം സാധിക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ചിന്തിക്കണം. എന്ത് ചെയ്യണം? ദാവീദിനെ പോലെ സ്വന്തം ജീവൻ ഉപേക്ഷിച്ച് ശത്രുവിനെ നേരെ ചാടണം. എസ്തർ പറഞ്ഞതുപോലെ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഒരു തീരുമാനത്തോടെ മുമ്പോട്ട് വന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ഇന്ന് ആ കാര്യം സാധിക്കുന്ന ദിവസമാണ്. ഇന്ന് ആ കാര്യം ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. കർത്താവിൻ്റെ സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് വലുതാകുന്നു എന്ന് ഓർത്തുകൊള്ളുക. അവൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം ഇല്ലാതിരിക്കില്ലെന്ന് കർത്താവ് തന്നെ തിരുവായ കൊണ്ട് പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം ജീവനെ പോലും ഗണ്യമാക്കാതെ ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ആര് ഇറങ്ങിത്തിരിക്കുന്നുവോ, ആരതിനു വേണ്ടി മനസ്സ് വയ്ക്കുന്നുവോ, അവർ അതിൻ്റെ ഫലം കാണാതിരിക്കില്ല. നിശ്ചയമായിട്ടും കർത്താവ് അതിനിട വരുത്തും. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും. എൻ്റെ ദാസൻ ആരാവും? അവൻ്റെ അധ്വാന ഫലം അവൻ അനുഭവിക്കും. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ കാര്യം ഇതല്ല. പിന്നെയോ ദൈവമേ, ചിതറിയിരിക്കുന്ന, ശരീരം കൊണ്ട് ചിതറിയേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് അകന്നിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഐക്യമത്യപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് കർത്താവിൻ്റെ കരം. ആ കരത്താൽ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് നമ്മെ സംബന്ധിച്ചും നമ്മുടെ സഭയെ സംബന്ധിച്ചും വലുതായിരിക്കും. ശത്രുവിൻ്റെ മേൽ ജയമായിരിക്കും. അത് എന്നേക്കും നമുക്ക് നീതിയായിട്ട് ദൈവം കണക്കിടുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ കർത്താവിലേക്ക്